ചിരിക്കുന്ന പോലെ. ഹായ്, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചുള്ള റെസിപ്പിയാണ്. അതായത് നമ്മുടെ സ്വന്തം പപ്പടവട. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടുണ്ടായിരുന്ന വീഡിയോ ഇല്ലേ, അതായത് പപ്പടത്തിന് മെഴുക്കുരട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞിരുന്നു നാട്ടിൽ നിന്ന് അമ്മ കുറേ പപ്പടം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു പപ്പടവട ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ ഈസിയാണ്, അതേസമയം അത്രയും ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് രുചികരമായ നമ്മുടെ സ്വന്തം പപ്പടവട തയ്യാറാക്കാൻ നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പപ്പടവട ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ 1 ഗ്ലാസ് അരി, അതായത് പച്ചരി, വൈറ്റ് റൈസ് നമ്മൾ പറയില്ലേ, പച്ചരി കുതിർത്ത് 1 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റി വെച്ചിരിക്കുന്ന അരിയാണിത്. അതിലോട്ട് ഞാനിവിടെ ഒരു 6 വറ്റൽമുളക് അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേപോലെ വറ്റൽമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി, അതായത് എരിവുള്ള മുളക് പൊടിയും ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് വറ്റൽമുളക് ഉള്ള കാരണം മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു നിർബന്ധങ്ങളും ഇല്ല. പക്ഷേ സാധാരണ രീതിയിൽ പണ്ടൊക്കെ പപ്പടവട ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വറ്റൽമുളക് അരച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് മാത്രം ഞാനിത് ഫോളോ ചെയ്യണമെന്ന് മാത്രം. അതല്ലെങ്കിൽ മുളക് പൊടി ആണെങ്കിൽ 1 ടീസ്പൂണൊക്കെ മുളക് പൊടി ഇടുക, എന്നിട്ട് നോക്കുക, കുറവാ തോന്നുന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് നോക്കാം നമുക്ക്, എന്നിട്ട് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അരയ്ക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ച് അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അരി നന്നായിട്ട് അരയില്ല. അതെപ്പോഴും ഞാൻ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ്, അത് ശ്രദ്ധിക്കുക കേട്ടോ. അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് 6 മുളക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നോക്കിയിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് കുറവാന്ന് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടിയൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം. കുറച്ച് എരിവ് മുന്നോട്ട് നിൽക്കണം, അപ്പോഴാണ് പപ്പടവട എന്നുള്ള ഒരു കൺസെപ്റ്റ് ശരിയാവുള്ളൂ. നമുക്കിനി ഇതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അല്പം മാത്രം മതി കേട്ടോ, ഒരുപാട് മഞ്ഞൾപ്പൊടി ഇടാൻ പാടില്ല, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മതി. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കായത്തിൻ്റെ പൊടിയാണ്, നമ്മൾ സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്ന കായം, അതിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക എപ്പോഴും, കാരണം നമ്മുടെ പപ്പടം എന്ന് പറഞ്ഞാൽ തന്നെ ഉപ്പ് രസമുള്ളതാണ്. അപ്പോൾ ഓവറായിട്ട് ഉപ്പ് ഇടാൻ പാടില്ല. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ആ കായത്തിൻ്റെ ആ ഒരു നല്ല ഫ്ലേവർ നിൽക്കണം. അപ്പോൾ കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, ഞാനിതിൽ ജീരകം ഇടുന്നില്ല കേട്ടോ, ചിലർ ജീരകം ഇടും. അപ്പോൾ എനിക്ക് പക്ഷേ ജീരകത്തിൻ്റെ ആ ഒരു ഫ്ലേവർ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഫൈനൽ സീഡ്സ് അല്ല, അതായത് പെരുംജീരകം അല്ല, ചെറിയ ജീരകം, നല്ല ജീരകം, ക്യൂമിൻ സീഡ്സ്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എള്ളാണ്. എള്ളിൻ്റെ അളവെന്ന് പറയുമ്പോൾ 1 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എള്ളാണ് അതിൻ്റെ ഭംഗി. നമ്മൾ പപ്പടവട പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ കാണാറില്ലേ, പപ്പടത്തിൻ്റെ മുകളിൽ ഇങ്ങനെ എള്ള്, ഇതങ്ങോട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേപോലെ അരി ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് വറക്കാത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. റോസ്റ്റ് ചെയ്തിരിക്കുന്ന അരിപ്പൊടി ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല. അതേസമയം റോസ്റ്റ് ചെയ്യാത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ, നൈസായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി മിക്സ് ചെയ്താൽ മാത്രം മതി. ഇതുപോലെ അങ്ങ് അരി കുതിർത്ത് അരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ അരി ഉള്ള കാരണം ഞാൻ കുതിർത്ത് അരച്ചു എന്ന് മാത്രം. പക്ഷേ ഇത് അരി മിക്കവാറും എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ. പിന്നെ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു പച്ചരിക്ക് പകരമായിട്ട് പൊന്നിയരി, സോനാ മസൂരി അരിയൊക്കെ പറ്റുമായിരിക്കാം. പക്ഷേ ബസുമതി അരി നന്നായിട്ടുണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാണ്. അതേപോലെ തന്നെ ഇഡലി അരിയും പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള അരി എടുത്ത് വെച്ചിട്ട് കുറച്ചൊരു എമൗണ്ട് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അഥവാ നിങ്ങളിപ്പോൾ വറ്റൽമുളകാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാൻ പ്രത്യേകിച്ച് മറക്കരുത്. അത് നമ്മൾ ചുമ്മാ ഇടുകയാണെങ്കിൽ അറിയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്ത് വെച്ച് നമ്മൾ അരിയുടെ കൂടെ ഇട്ട് അരയ്ക്കുമ്പോൾ നല്ല നൈസായിട്ട് ഇതുപോലെ അങ്ങ് അരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിനി പപ്പടവട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 10 പപ്പടം എടുത്തിരിക്കുന്നത്. 10 പപ്പടം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുള്ളൂ. തൽക്കാലം 10 പപ്പടം എടുത്തിട്ടുണ്ട്. ഈ പപ്പടം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള പപ്പടം ആണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു 2 മണിക്കൂർ നേരം വെയിലത്തൊന്ന് വെക്കുക. അപ്പോൾ ഇച്ചിരി ഒന്ന് ഹാർഡായിട്ട് മാറും, കുഴഞ്ഞു പോണ പോലെ ഫീൽ ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒരു 10-15 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാലും പപ്പടം ഒന്ന് ഹാർഡാവും. പപ്പടം ഹാർഡായി കഴിഞ്ഞാലാണ് പപ്പടവട കുറച്ച് നന്നായിട്ട് വരിക. 1-1.5 മണിക്കൂർ ഞാൻ പുറത്ത് ബാൽക്കണിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പപ്പടം ഇച്ചിരി ഹാർഡായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് പപ്പടം ഹോളായിട്ടും ചെയ്യാൻ പറ്റും, അതേസമയം പപ്പടം ഹാഫായിട്ടും നമുക്ക് പപ്പടവട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഈ പപ്പടത്തിനെ ഞാൻ ഹാഫായിട്ട് മുറിക്കാൻ പോവുകയാണ്. അതിന് ശേഷമാണ് പപ്പടവട ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, പപ്പടത്തിന് ഒരു കത്രിക ഉപയോഗിച്ചിട്ട് മുറിക്കുക. അപ്പോൾ നമുക്ക് 20 പീസ് പപ്പടവട കിട്ടും. ഇനി നമുക്ക് പപ്പടവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള നാടൻ ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ ഒരു കടായി വെച്ചിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതേസമയം ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഏത് ഓയിൽ ഉപയോഗിച്ചിട്ടും നമുക്ക് വറക്കാം. ഏത് ഓയിലെന്ന് വെച്ചാൽ ഒലിവ് ഓയിൽ എടുത്ത് വറക്കാൻ പറ്റില്ല, സൺഫ്ലവർ ഓയിലോ
അതല്ലെങ്കിൽ പീനട്ട് ഓയിലോ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്കിനി ഇത് മീഡിയം ഫ്ലെയിമിൽ എണ്ണ ചൂടാവട്ടെ. അതിന് ശേഷം പപ്പടവട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ബാറ്ററിൽ ഒരു കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടു. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ കൂടെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ ബാറ്റർ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അര ഗ്ലാസ് മാത്രം ഒഴിച്ചപ്പോൾ കുറച്ച് തിക്കായിട്ട് തോന്നി. പിന്നെ ഒരെണ്ണം ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ കറക്റ്റായിട്ടുണ്ട്, മുകളിലോട്ട് പൊന്തി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെഡിയായെന്ന് മനസ്സിലായി. അപ്പോൾ അതൊക്കെ ഒരു മാറ്റാം. ഇനി നമുക്ക് ഓരോ പപ്പടവും ആ ബാറ്ററിലോട്ട് മുക്കിയതിന് ശേഷം ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ മൊത്തത്തിൽ ഹോൾ പപ്പടം വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ മുറിച്ചിട്ടും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പപ്പടത്തിൻ്റെ പീസ് എടുക്കുക, ആ ബാറ്ററിലോട്ട് അങ്ങ് മുക്കുക, എന്നിട്ട് അപ്പം തന്നെ എടുക്കുക കേട്ടോ. ഒരുപാട് നേരം മുക്കി വെക്കേണ്ട. എക്സസ് ആയിട്ടുള്ള മാവൊക്കെ ഒന്ന് പൊക്കോട്ടെ. അതിന് ശേഷം നമുക്ക് എണ്ണയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുപോലെ നമുക്ക് വറുത്തെടുക്കാം. ഓരോന്നും ഇതേപോലെ ഡിപ്പ് ചെയ്യുക, അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുകളിലേക്ക് പൊന്തി വരുന്ന സമയത്ത് നമുക്കതങ്ങ് തിരിച്ചിടാം കേട്ടോ. തിരിച്ചിട്ട് കൊടുക്കുക. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം തിരിച്ചും മറിച്ച് വിട്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് അങ്ങ് മൊരിയിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ പപ്പടം ഒട്ടും ബലമില്ലാണ്ട് തണുത്ത പോലെ ഇരിക്കും. അതാണ് പപ്പടവട ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ പപ്പടം ഒരുപാട് പോളുണ്ടെന്നുണ്ടെങ്കിലും ശരിയാവില്ല. അപ്പോൾ 5-6 ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി പപ്പടത്തിൽ. അപ്പോൾ ഒരുപാട് അങ്ങ് പൊന്തി വരില്ല. ചെറിയ ചെറിയ പോളകൾ വരുന്നുണ്ട്. അപ്പോൾ ആ മാവ് അവിടെ നിന്ന് മാറി പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു അതിലേക്ക് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഒന്നും അല്ലെങ്കിൽ ഇതേപോലത്തെ ബാമ്പുവിൻ്റെ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടും ചെയ്യാം. അല്ലെങ്കിൽ പപ്പടം കുത്തി അല്ലെങ്കിൽ പപ്പടം കുത്തി അല്ലെങ്കിൽ ഫോർക്ക് എന്ത് വെച്ചിട്ടാണെങ്കിലും കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. പപ്പടത്തിന് ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നൈസായിട്ട്. അപ്പോൾ ഒരുപാട് അങ്ങ് പപ്പടം വീർത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല നിങ്ങൾക്ക്? പപ്പടം ഓവറായിട്ട് അങ്ങ് വീർത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ആ മസാല നിൽക്കില്ല. കാരണം ആ പോളച്ചുള്ള ഭാഗം മാത്രം ഇങ്ങനെ വിടർന്ന് നിൽക്കും, മസാല സൈഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഹോൾസ് ഇട്ട് കൊടുക്കാൻ ഞാൻ പറയുന്നത് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചിട്ടിട്ടാണ് നമുക്ക് പപ്പടവട ഉണ്ടാക്കിയെടുക്കാൻ. അല്ലാണ്ട് ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടാൻ പാടില്ല. അതുപോലെ തന്നെ ചെറിയ തീയിൽ ഇടാൻ പാടില്ല. ചെറിയ തീയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ പപ്പടവടയിലേക്ക് നല്ലോണം ഓയിൽ അങ്ങ് പിടിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ പപ്പടവട ഇട്ട വശം തന്നെ പപ്പടവട അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വേണം പപ്പടവട നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ. പപ്പടവട എന്നല്ല, ഏത് ഫ്രൈയിങ് ഐറ്റം ആണെങ്കിലും അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ട് ഫസ്റ്റ് പപ്പടവട. നമുക്കിത് എടുക്കാം. എന്നിട്ട് ആദ്യത്തെ പപ്പടവട ഒന്ന് കഴിച്ച് നോക്കുക. എന്നിട്ട് അതിലെന്താണ് കുറവുള്ളത് അതിനനുസരിച്ച് വേണം നമ്മൾ ബാറ്ററിൽ കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടത്. അത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം, എരിവ് കുറവാണെങ്കിൽ എരിട്ട് കൊടുക്കണം. സമയം കായത്തിൻ്റെ പൊടി കുറവാണെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യം എപ്പോഴും ട്രയലായിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാൻ ആദ്യത്തെ കഴിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കട്ടെ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യത്തെ ഞാൻ കഴിക്കാൻ കൊടുത്തു അച്ഛനമ്മയ്ക്ക്. അപ്പോൾ അവർ പറഞ്ഞ് കുറച്ചും കൂടി എരിവാവാന്ന്. അപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 6 വറ്റൽമുളകും പ്ലസ് 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി എൻ്റെ ഇപ്പോഴത്തെ അളവ്. അപ്പോൾ ഇനി വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോൾസ് ഇട്ടിരിക്കുന്ന ഓരോ പപ്പടവും ഈ ബാറ്ററിൽ മുക്കുക. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള മാവ് കളയുക, ഇട്ട് കൊടുക്കുക. ഓക്കെ, വേണമെങ്കിൽ 2 എണ്ണമൊക്കെ അറ്റ് ടൈം ഇട്ട് കൊടുക്കുക കേട്ടോ. വലിയ വീതിയുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. പൊന്തി വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിടുക. 2 എണ്ണം വീതമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഓരോ ബാച്ചിലും. എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങോട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. നമുക്ക് പപ്പടം വറുത്തെടുക്കാൻ പെട്ടെന്ന് തന്നെ പപ്പടം വറുത്തെടുക്കാൻ പറ്റും. പക്ഷേ പപ്പടവട എന്ന് പറയുമ്പോൾ ഈ മാവ് നന്നായിട്ട് അങ്ങ് കുക്കാവണം. അതുകൊണ്ട് പപ്പടവട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും സമയം എടുക്കും കേട്ടോ. ഇച്ചിരി സമയം എടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം തിരിച്ചും മറിച്ചിട്ട് അങ്ങ് നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ അങ്ങ് ഭയങ്കര സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ പപ്പടവട കഴിക്കാൻ നന്നായിട്ട് ഉണ്ടാവില്ല. നിങ്ങൾ പേടിക്കേ വേണ്ട, സമയം എടുത്തു കഴിഞ്ഞാലും അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ പപ്പടവട റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. എണ്ണ കളഞ്ഞതിന് ശേഷം നമുക്കൊരു സ്ട്രെയിനറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ മൊത്തത്തിൽ പപ്പടവട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ പപ്പടവട അത്യാവശ്യം നന്നായിട്ട് കുക്കാവണം, അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. പിന്നെ പുറത്ത് വെച്ച് കഴിഞ്ഞാലും കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നന്നായിട്ട് നല്ല ക്രിസ്പ് ആയിക്കോളും. ചിലപ്പോൾ തോന്നും ഒട്ടും ആയിട്ടില്ല എന്ന്. പക്ഷേ ഇച്ചിരി തണുത്ത് കഴിയുമ്പോഴാണ് പപ്പടവടയ്ക്ക് ആ ക്രിസ്പിനെസ് ഉണ്ടാവുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഉപ്പ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഉപ്പ് കുറച്ചിടാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. 10 പപ്പടവും ഞാൻ വറുത്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു ബാറ്റർ കേട്ടോ. കറക്റ്റ് അളവായിരുന്നു. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 10 പപ്പടമാണ് നമുക്ക് വറുത്തെടുക്കാൻ പറ്റുന്നത്. 1 പപ്പടം മാത്രം ഞാൻ ഫുള്ളായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ബാക്കി പകുതിയായിട്ടാണ് വറുത്തിരിക്കുന്നത്. അപ്പോൾ ഈസി ബീസി ആയിട്ടുള്ള നമ്മുടെ നാടിൻ്റെ മണമുള്ള സ്വന്തം പപ്പടവട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാം. ഇതാ ഞാൻ ഒരു പീസ് ഞാനിവിടെ അച്ഛനും ജാനും കൊടുക്കാം. അവരുടെ അഭിപ്രായം ചോദിക്കാം. ഓക്കെ, എന്നോട് തകർച്ച കഴിപ്പിച്ച് കൊടുക്കാനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആദ്യം ഞാനൊരു പീസ് കഴിച്ച് നോക്കട്ടെ കേട്ടോ. കേട്ടല്ലോ, ഇതിനേക്കാളും കൂടുതൽ തകർച്ച വന്നാൽ ശരിയാവില്ല. ഇപ്പം അവർക്കും കൊടുക്കാം ഒരു പീസ്. നല്ല തകർന്നിട്ടുണ്ട് അല്ലേ അച്ഛാ? ഇനി തകർന്ന ജാനും കൊടുക്കാം. ഇത് ആകെ താടിയൊക്കെ വളർത്തിയിരുന്ന നിരാശ മോനെ ലുക്ക് ഉണ്ടല്ലോ. ജോസഫിന്റെ
നാട്ടിലല്ല, ജോസഫിനെ പോലെ ആവാനുള്ള അത്ര വേണ്ട. ജോസഫിനെ പോലെ നിങ്ങൾക്ക് ആവാൻ പറ്റില്ല, അത് വണ്ണം കൂട്ടണം. അത് കൂട്ടാം, വേണ്ട കള്ളു കുടിക്കാൻ വണ്ണം കൂട്ടാം. അയ്യോ ഇത് പറയ്, കറക്റ്റ് ആയില്ലേ? അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത അടിപൊളിയായുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. പൊടിയനെങ്ങനെ തഴഞ്ഞത്? നമുക്ക് ജോസഫ് തിരക്കില്ലാത്ത സിനിമ കണ്ടുള്ള അച്ഛനമ്മയ്ക്കും അതാണ് ഇഷ്ടം. അപ്പൊ ഒടിയൻ കണ്ട് അഭിപ്രായം പറയട്ടാ. അമ്മയ്ക്കാണ് ഫ്രഞ്ച് ഫ്രൈസ്. ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടല്ല? അന്ന് കൊറേ കഴിച്ചല്ലോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ. വെള്ളം പറഞ്ഞിട്ടില്ലേ? വെള്ളം എടുത്തിട്ട് രണ്ടെണ്ണം. വീട്ടില് ഭക്ഷണം കഴിക്കാണ്ട് കിടക്കണമല്ലേ? തിയേറ്ററിൽ വന്നാൽ ഇങ്ങനെ തിയേറ്റർ അടച്ച് വാങ്ങി തീറ്റയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് വേറെ ആളവിടെ നാച്ചോസും പൊടിച്ച് വെക്കണം. ഏകാന്ത ചന്ദ്രിക അച്ചാച്ചൻ്റെ ആള് വന്നു. വീഡിയോ നല്ലത്, ഇത് നാനോണ്. സമ്മതിക്കില്ലേ? സോറി, സമ്മതിക്കില്ലേ രാഘവ ഈ മുളകിൻ്റെ മക്കള്? മുളകാനുണ്ട് തിന്നാൻ വേണ്ടി തീറ്റയ്ക്കായിരുന്നു. Amma cried 100 million. Amma cried 100 million? Arthur, did you like the movie? Scan me.